ഹായ് ഫ്രണ്ട്സ്, ഇത് നിപ്പോൺ റെഡ് ഹാഷ് 1461 എന്ന് പറയുന്ന ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡ് ഇനമാണ്. ഇത് നല്ല ക്രീം കളർ എന്ന് പറയാം. ക്രീം കളറിനകത്ത് നല്ല മെറൂൺ കളറിലെ ഇതാ നോക്കി, ഇങ്ങനെ ഒരു പടർന്നു കിടക്കുന്ന ഒരു കളറായിട്ടാണ് ഇത് തോന്നുന്നത്. ഇതിനോട് സാമ്യമുള്ള വേറൊരു ചെടിയുണ്ട്. നമ്മൾ സൂര്യ ഗോൾഡ് എന്ന് പറയുന്ന ഇനത്തിലുള്ള ഫ്ലവർ. അത് ഇതിൻ്റെ യെല്ലോ കളറാണ്. സെയിം ടൈപ്പാണ്. കണ്ടാലൊക്കെ ഒരേപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇതളിന് ക്രീം കളറും മറ്റേതിന് മഞ്ഞ നിറവുമാണ്. അപാര സുഗന്ധവുമാണ്. ഇതിന് വലുതായിട്ട് മണമൊന്നുമില്ല. പക്ഷേ സൂര്യ ഗോൾഡ് എന്ന് പറയുന്ന ഇനത്തിന് നല്ല മണമാണ്. കണ്ടു കഴിഞ്ഞാൽ രണ്ട് നിറത്തിലുള്ള ഇരട്ടപ്പറ്റ കുഞ്ഞുങ്ങളെ പോലെ തന്നെ തോന്നും. നല്ല ഭംഗിയാണ്, നല്ല ഭംഗി. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സൗന്ദര്യമാണ് അതിന്. അതുമല്ല, അതിൻ്റെ ഇതളുകൾക്കൊക്കെ നല്ലൊരു കട്ടിയാണ്. അപ്പോൾ ഒന്ന് അടന്നു പോയ ഒരു പൂവാണെന്ന് വെച്ചോ, താഴെ കിടന്ന നല്ലൊരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. അത്ര ഭംഗിയാണ് കാണാൻ. നിപ്പോൺ റെഡ് ഹാഷ് 1461 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നിറയെ ഉണ്ടാകുന്ന കുലകുലയായിട്ടുണ്ടാകുന്ന ഒരു ഡെൻഡ്രോബിയം വെറൈറ്റി തന്നെയാണ്. ഇതിനകത്ത് വേറെയും മുട്ടുകളുണ്ട്. അതുപോലെ എന്താണ്, ഇതൊരു തൈയായിട്ട് വളരാം. വേര് പിടിച്ചിട്ട് ഇതൊരു തൈയായിട്ട് മാറാം. ചിലപ്പോൾ വീണ്ടും അതിനകത്തൊരു പൂങ്കുല വരാം, അല്ലെങ്കിൽ അതൊരു വേര് പിടിച്ച ഒരു തൈയായിട്ട് മാറാം. ഇതിപ്പം 3-4 കുല പൂ കഴിഞ്ഞതാണ്. ഇതെല്ലാം പുതിയ ഫ്ലവേഴ്സാണ്. ഫ്ലവർ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ ഭംഗി നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ ഫോണിൽ കാണുന്ന ഒരു കളറാണോ എന്ന് പറയാൻ പറ്റില്ല. ഒരു പച്ചയും കൂടെ കലർന്ന ഒരു ക്രീം കളറാണ്. നല്ല ഭംഗിയാണ്. ശരിയല്ലേ കൂട്ടുകാരെ? നല്ല ഭംഗിയല്ലേ ഈ ഓർക്കിഡിൻ്റെ പൂ കാണാൻ?